ഒരു കേന്ദ്രമന്ത്രി കിട്ടുമോ? ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞതല്ലേ, ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കട്ടെ. നിരവധി വലിയ പദ്ധതികൾ അല്ല, അതിന്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിന്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവര് പഠിക്കണം. നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ തന്നെ ഇവിടെ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നത് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം നടപ്പിലാക്കുകയും ചെയ്യും. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര്, ചെറുപ്പക്കാര്, ആ വീട്ടമ്മമാരുടെ ഇംഗിതം അറിഞ്ഞ് അവരുടെ കെട്ടിയന്മാര്, അല്ലേ, അപ്പന്മാര്, എല്ലാവരും സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടോ? അതൊന്നും ഞാൻ പറയുന്നു. മറിയക്കുട്ടിയെ പോലെ പെൻഷൻ കിട്ടാത്ത ആളുകൾ ഒത്തിരി പേര്. അത് നമ്മളെ പോലുള്ള ഒരാള് 5 പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല, ആ സർക്കാരിന്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തു. ഞാനതല്ലേ ചെയ്ത്. സ്ഥിരതാമസം പോലെ തന്നെയായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും എന്റെ അപ്പനെ കളഞ്ഞിട്ട് ഇറങ്ങത്തില്ല. ഏറ്റെടുത്ത സിനിമകൾ ഉണ്ടാവും. ഞാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോഴും ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടി ഞാൻ നിന്നില്ല. അതിന്റെ കൂലിയായിപ്പോ കിട്ടിയത്. അതേപോലെ 6 മണ്ഡലങ്ങളിൽ മുന്നിൽ വന്നു. 6 മണ്ഡലങ്ങളിൽ മുന്നിൽ വന്നു. ഈ ഗുരുവായൂർ മാത്രം എന്താ നമ്മൾ പുറകിൽ പോയതെന്നൊരു. ഗുരുവായൂർ ഇനി വരുത്തും. എടുത്ത് ഹൃദയത്തിലിരുത്തും. ഇനി ഞാൻ പറയുന്നു, അതെന്റെ കിരീടമാണ്. ഇനി തൃശ്ശൂരാണ് എന്റെ നെറ്റിപ്പട്ടം. ഇനി തൃശ്ശൂരാണ് എന്റെ തിടമ്പ്. ഇനി തൃശ്ശൂർ പൂരമാണ് എന്റെ ആദ്യത്തെ ഉദ്യമം. തൃശ്ശൂർ പൂരമാണ്. ജനഹിതത്തിലേക്ക് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ അംശങ്ങളും കൊണ്ടുവരും. അപകടരഹിതമായി. ഒരു പോലീസ് ഇടപെടലും ഇല്ലാത്ത തൃശ്ശൂർ പൂരം അല്ലല്ല, അങ്ങനൊന്നും പറയരുത്. പോലീസ് മോശമൊന്നുമല്ല, ചില നടപടികൾ മോശമായി. അതിനെ സംബന്ധിച്ച് എങ്ങനെ നടത്തണമെന്ന് പറയുന്ന ഒരു പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. സ്ക്രിപ്റ്റിന് സിനിമാ വാക്കാണെന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ നിൽക്കല്ലേ. അതിനൊരു പുതിയ നടത്തിപ്പിനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാവും. പൊതുജനങ്ങൾക്ക് സുഖമായി പൂരാഘോഷിക്കാൻ പറ്റും. ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന ചില പൊതു സൗകര്യങ്ങളും മനസ്സിൽ ഒരു സ്കെച്ച് ഉണ്ട്. അത് നടപ്പിലാക്കാൻ നോക്കും. മേയറുമായിട്ട് സംസാരിക്കും.